ലോകത്ത് എവിടെയെങ്കിലും തോറ്റവനെ പിടിച്ച് രാജാവാക്കൂ. ഇന്ത്യ വിഷൻ ചാനൽ നടത്തി മുനീറിനെ മുച്ചൂട് മുടിച്ച് ആ മുസ്ലിം ലീഗുകാരുടെ പൈസയും കൊണ്ടുപോയി മുടിച്ച് നാശക്കൊട്ടയാക്കി നികേഷ് കുമാർ. ഇന്ത്യ വിഷൻ. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി. ഞാൻ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല, ഞാൻ ഈ വനിതകളുടെ പേര് പറഞ്ഞത് ശരിയല്ല. റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറിനോടൊപ്പം ഭക്ഷണം കഴിക്കാതെ, അതായത് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ഒരു പൈസയും ഇല്ലാതെ, ശമ്പളമില്ലാതെ രാപകൽ നികേഷ് കുമാറിനോടൊപ്പം ഒരു വനിത ജോലി ചെയ്തിരുന്നു, ഒരു സ്ത്രീ. അവരിപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ നടത്തുകയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർ കരഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പോയത്. അവരെന്നിട്ട് പല ചാനലുകൾക്കും ബൈറ്റ് കൊടുത്തായിരുന്നു, ഓൺലൈൻ ചാനലുകൾക്ക്, ഡിജിറ്റൽ ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തായിരുന്നു. നികേഷ് കുമാറിന് സ്വന്തം ജ്യേഷ്ഠനെ പോലെയോ പിതാവിനെ പോലെയോ അങ്കിളിനെ പോലെയോ പ്രായവ്യത്യാസമില്ലാതെ ഏത് പദവിയാണ് നികേഷ് കുമാറിന് കൊടുക്കേണ്ടത് അത് കൊടുത്ത് അത്രയും റെസ്പെക്റ്റോട് കൂടി നിന്ന എന്നെ അദ്ദേഹം വഞ്ചിച്ചു എന്ന് തന്നെ ആ വനിത പറഞ്ഞു. അതിൻ്റെ ശാപം കൂടിയാണോ? തോറ്റവനെ പിടിച്ച് ആരെങ്കിലും പരിപാടി ഏൽപ്പിക്കുമോ? 2 പ്രാവശ്യം തോറ്റു, തിരഞ്ഞെടുപ്പിന് നിന്നിട്ട് കിണറ്റി ചാടി തോറ്റിട്ട് കിണറ്റി ചാടി, ഷാജിയോടൊപ്പം തോറ്റു, മൊത്തം തോൽവിയുടെ രാജകുമാരനാണ്. അങ്ങനെ തോറ്റിരിക്കുന്നത് ഒരു ചാനൽ നടത്തി തോറ്റു, ചാനൽ നഷ്ടമായി, വിറ്റ് പൂട്ടി. അടുത്ത ചാനൽ നടത്തി തോറ്റു, അത് വിറ്റു. തിരഞ്ഞെടുപ്പിന് മത്സരത്തിൽ തോറ്റു. അങ്ങനെയുള്ള ഒരാളിനെ പിടിച്ച് ഈ സൈബർ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കൂ. ദേശാമാനിയിലൊക്കെ വളരെ സീനിയറായിട്ടുള്ള 3 പേർ അവിടെ ഉണ്ടായിരുന്നു. ആ 3 പേരും അതിൽ നിന്ന് രാജിവെച്ച് പോയി. പിന്നെ ഇവരുടെ ഈ തള്ളാണ്, ഈ ക്യാപ്സൂൾ തള്ളാണ്, ഒരിക്കലും ക്ലച്ച് പിടിക്കാത്ത തള്ളുകളാണ്. എന്താ സംഭവം? പയ്യന്നൂരിൽ പിന്നെ അവിടെ ബാലുശ്ശേരിയിൽ ഒരു പാവപ്പെട്ട 75 വയസ്സായ ഒരു അമ്മാവൻ മൊയ്തീനെ കൊണ്ടുവന്ന് 2000 രൂപ കയ്യിൽ നിന്ന് കൊടുത്ത് അമ്മാവനെ കൊണ്ട്, ആ പാവപ്പെട്ട അപ്പൂപ്പനെ കൊണ്ട്, പിന്നെ ചേട്ടനെ കൊണ്ട് ഗോവിന്ദന് കൊടുക്കുന്നു. ഗോവിന്ദൻ വാങ്ങുന്നു. ഇത് പെൻഷൻ പിണറായി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അടുത്ത ഗവൺമെൻറ് സതീശൻ്റെ ആയിപ്പോയത് കിട്ടൂല, UDF വന്നാൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞൊരു നാടകമൊക്കെ ഉണ്ടാക്കുന്നു. ആ 2000 രൂപ തിരിച്ചു കൊടുക്കുന്നു. അവസാനം പിന്നെയാണ് മൊയ്തീൻ പറയുന്നത്, ഞാൻ ഇത് നാടകമായിരുന്നു, എന്നെ പറ്റിച്ചതാണ്, എനിക്ക് തന്ന പൈസയാണ് ഞാൻ കൊണ്ടു കൊടുത്തത്, എൻ്റെ കയ്യിൽ നിന്നല്ല, അവരത് തിരിച്ച് മേടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ ഒരു തട്ടിപ്പടന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തത് ഈ നികേഷ് കുമാർ സംഘമാണ്. അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് അമ്പൂരി വെള്ളറടയിൽ ഒരു വനിത, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വനിത ഒരു സെൽഫി എടുത്തോട്ട് മുഖ്യമന്ത്രി വെച്ചപ്പോൾ മാറി നിൽക്കൂ എന്ന് പറയുന്നത് കേൾക്കാം, എല്ലാവരും കേട്ടതാണ്, കേരള സമൂഹം മുഴുവൻ കേട്ടത്. അതിൽ ട്രോളുമായിട്ട് നികേഷ് കുമാർ വന്നു. അങ്ങനെ ഇതെല്ലാം ചീറ്റിപ്പോയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വലിയ വിഷമമായി. സോഷ്യൽ മീഡിയയിൽ നികേഷ് കുമാർ പരാജയമാണ്. നികേഷ് കുമാറിനോടൊപ്പമുള്ള 3 പേരും രാജിവെച്ചു. വലിയ കലാപമാണ്. നികേഷ് കുമാർ പാർലമെൻറ്റ് രംഗത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് AK സെൻറ്ററിൽ കയറി പറ്റിയത്. ഇതിനകത്ത് ഇതും കൂടെ കഴിയുമ്പോൾ ഇനി ഏത് കിണറ്റിൽ ചാടുമോ, കുളത്തിൽ ചാടുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും ചാടിയ കിണറ്റിൽ പോയി ചാടരുത്, കാരണം അതിനകത്ത് വെള്ളം വളരെ കുറവാണ്. ഷാജിയോട് ചോദിച്ചാൽ മലപ്പുറത്ത് ഏതെങ്കിലും നല്ല കിണറുകൾ, അല്ലെങ്കിൽ കണ്ണൂരിലാണല്ലോ, കണ്ണൂരിൽ നല്ല കിണറുണ്ടായിരിക്കും, ചാടാം. കിണറ്റിലാകുമ്പോൾ ഗുണം, കിണറ്റിലെ തവളയുടെ ഒരു ഗുണം, അത് അതിൻ്റെ ലോകം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ലോകം വലിയ സാമ്രാജ്യമാണ്. നികേഷ് കുമാർ അമ്പേ പരാജയമാണെന്ന് ഞാനല്ല പറഞ്ഞത് കേട്ടോ, മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, എന്നോടല്ല കേട്ടോ, ഗോവിന്ദൻ മാഷിനോടാണ്.